കുംഭമേളയിൽ നിന്ന് പിന്നോട്ടില്ലെന്ന് കടുത്ത നിലപാടെടുക്കുകയാണ് ഹൈന്ദവ സംഘടനകൾ. അല്പസമയം മുമ്പ് മഹാമണ്ഡലേശ്വർ ആനന്ദവനം അല്പസമയം മുമ്പ് മാധ്യമങ്ങളെ കണ്ടിരുന്നു. തടയാനുള്ള കാരണം സർക്കാർ വ്യക്തമാക്കണമെന്നാണ് മഹാമണ്ഡലേശ്വർ ആവശ്യപ്പെടുന്നത്. മാഘം ഭംഗിയായി നടത്തും. ഗവർണർ അടക്കം നിശ്ചയിക്കപ്പെട്ട എല്ലാവരും പരിപാടിയിൽ പങ്കെടുക്കുമെന്നും സ്വാമി ആനന്ദവനം ഭാരതി മഹാരാജ് വ്യക്തമാക്കി. അനഘ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. അനഘ, അപ്രതീക്ഷിതമായ ഒരു നടപടിയാണ് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. 18-ാം തീയതിയാണ് മാഘ മഹോത്സവം നടക്കാൻ പോകുന്നത്. നവംബറിൽ തന്നെ എല്ലാ അനുമതികളും ആവശ്യപ്പെട്ടുകൊണ്ട് അധികൃതരെ സമീപിച്ചു സംഘാടകർ. പക്ഷേ അതുവരെ ഒരു എതിർപ്പും പറഞ്ഞില്ല. അവിടെ നിർമ്മാണ പ്രവർത്തനങ്ങളടക്കം ഈ താൽക്കാലിക പാലത്തിൻ്റെ അടക്കം നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ വളരെ അപ്രതീക്ഷിതമായാണ് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഇത് നടക്കാൻ പാടില്ല എന്നുള്ള തരത്തിൽ ഒരു സന്ദേശം എത്തിയിരിക്കുന്നത്. മറ്റ് വിവരങ്ങൾ അനഘ. നീലിമ, കേരളം മുഴുവൻ ആവേശത്തോടെ കാത്തിരുന്ന, പ്രത്യേകിച്ച് ഹൈന്ദവ സമൂഹം ഭക്തിയോടെ കാത്തിരുന്ന കുംഭമേളയ്ക്കാണ് സർക്കാർ ഒരു ഘട്ടത്തിലെത്തിയ സമയത്ത് അനുമതി നിഷേധിച്ചിരിക്കുന്നത്. ഈ സംഘാടക സമിതി അംഗം കൂടിയായിട്ടുള്ള മഹാമണ്ഡലേശ്വർ സ്വാമി ആനന്ദവനം ഭാരതി മഹാരാജാണ് നമുക്കൊപ്പം ഉള്ളത്. അതായത് ഈ കുംഭമേള നടത്താനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാക്കി അവസാന ഘട്ടത്തിലാണ് അനുമതി നിഷേധിച്ചുകൊണ്ട് സർക്കാർ ഇടപെടുന്നത്. എന്താണ് ഇതിൻ്റെ കാരണം? എന്താണ് കാരണം എന്നുള്ളത് നമുക്കറിയില്ല. ഒരു ഹൈന്ദവ സമാജത്തിൻ്റെ ആചാരപരമായിട്ടുള്ള ധാർമ്മികമായിട്ടുള്ള ഒരു പരിപാടി നേരിടുന്നതിന് ഇവിടെ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളുടെ ഒരു നേർക്കാഴ്ചയാണിത്. ഇതിൻ്റെ വളരെ നേരത്തെ തന്നെ ഒരു നവംബർ മാസത്തിൽ തന്നെ തുടക്കത്തിൽ തന്നെ നമ്മൾ ജില്ലാ അഡ്മിനിസ്ട്രേഷനുമായിട്ടും ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ ഉദ്യോഗസ്ഥന്മാരുമായിട്ടും നമ്മൾ നിരന്തരം ബന്ധപ്പെടുകയും അതിനു വേണ്ടിയിട്ടുള്ള ഇതിൻ്റെ കാര്യങ്ങൾ അറിയിക്കുകയും രേഖാമൂലം തന്നെ കാര്യങ്ങൾ അറിയിക്കുകയും എല്ലാം ചെയ്തിരുന്നതാണ്. എല്ലാം ചെയ്യുന്ന സമയത്തും ഇലക്ഷൻ്റെ ചില കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നിങ്ങൾ കാര്യങ്ങളുമായി മുന്നോട്ട് പോകൂ, ഞങ്ങളത് ഇതിൻ്റെ തിരക്കുകൾ കഴിയുമ്പോഴേക്കും അതിൻ്റെ കാര്യങ്ങളിൽ അസോസിയേറ്റ് ചെയ്യാം എന്നുള്ള രീതിയിലാണ് ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷൻ്റെ ഭാഗത്തു നിന്നൊക്കെയുള്ള എല്ലാ റെസ്പോൺസുകളും ഉണ്ടായിരുന്നത്. അതായത് ആ ഘട്ടത്തിൽ അവർ ഒരു രീതിയിലുള്ള തടസ്സവും പറഞ്ഞിരുന്നില്ല. കഴിഞ്ഞ ദിവസങ്ങൾ വരെ, ഇപ്പോൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് അവിടെ കണ്ടിന്യൂസ് ആയിട്ടുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളും കാര്യങ്ങളൊക്കെ നടന്നു വരികയാണ്. അപ്പോൾ ഇത്തവണ ഇതിന് വന്നിരിക്കുന്ന ഒരു പ്രചാരവും മറ്റുള്ള കാര്യങ്ങളും കൊണ്ട് മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് വലിയ രീതിയിലുള്ള ജനപങ്കാളിത്തം ഉണ്ടാകും. അതുകൊണ്ട് നിങ്ങൾ എത്രയും പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്യൂ എന്ന പോലീസും മറ്റുള്ള ഉദ്യോഗസ്ഥന്മാരും ഒക്കെ എല്ലാ ദിവസവും അവിടെ മാഘവേദിയിൽ ഇവരുടെയൊക്കെ സാന്നിധ്യമുണ്ട്. അപ്പോൾ ഇവരെല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എത്രയും പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്യൂ എന്നാണ്. പക്ഷേ അതിനെയാണ് ഒരു സുപ്രഭാതത്തിൽ വന്നിട്ട് ഇത്തരത്തിലുള്ള ഒരു തടയൽ ഉണ്ടായിരിക്കുന്നത്. എന്താണ് അവരിപ്പോൾ വ്യക്തമാക്കുന്നത്? നടത്താൻ സമ്മതിക്കില്ല, നിർമ്മാണ പ്രവർത്തികൾ നിർത്തിവെക്കണം തന്നെയാണോ? ഇതുമായി ബന്ധപ്പെട്ട്, അതായത് മാഘം നടക്കുന്ന വേദി എന്ന് പറഞ്ഞാൽ മാഘ മഹോത്സവത്തിൻ്റെ വേദി തിരുനാവായ മണപ്പുറമാണ്. ആ തിരുനാവായ മണപ്പുറം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറുമൊരു മണപ്പുറമല്ല, അത് ത്രിമൂർത്തി സംഗമത്തിൻ്റെ മധ്യത്തിലുള്ള രാജരാജേശ്വരിയുടെ ഇരിക്കുന്ന ഭൂമി കൂടിയാണ്. അതാണ് മാഘമാസത്തിൻ്റെ യജ്ഞവേദി. അപ്പോൾ ആ യജ്ഞവേദിയിൽ യജ്ഞം ചെയ്യാൻ അനുവദിക്കില്ല എന്ന് പറയുന്ന ഒരു നിലപാടാണ് ഈ ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷൻ മുന്നോട്ട് വയ്ക്കുന്നത്. അതിൻ്റെ ആചാരപരമായ കാര്യങ്ങൾക്കൊപ്പം തന്നെ തിരുനാവായ അറിയുന്ന ആളുകൾക്കറിയാം, അവിടുത്തെ ഉള്ള സ്ഥലപരിമിതിയൊക്കെ കാര്യങ്ങളറിയാം. അപ്പോൾ വന്നു ചേരുന്ന വലിയ ജനസഞ്ചയത്തെ ഉൾക്കൊള്ളുന്നതിനും ഭംഗിയായി അതിനെ മാനേജ് ചെയ്യുന്നതിനും ആളുകൾക്ക് സമാധാനപരമായിട്ടും സന്തോഷത്തോടു കൂടിയിട്ടും തങ്ങളുടെ ആധ്യാത്മിക അനുഷ്ഠാനങ്ങൾ നിർവഹിക്കുന്നതിനും ഈ മണപ്പുറം ഉപയോഗിച്ചേ പറ്റൂ. കാരണം അവിടെ ഒരുപാട് കാര്യങ്ങൾ ഇതിനു മുമ്പ് നടക്കുന്നതാണ്. ഇപ്പോൾ അവിടെ ഇതുമായി ബന്ധപ്പെട്ട് മുസ്ലിം മതവുമായിട്ട് ബന്ധപ്പെട്ടുള്ള സമ്മേളനങ്ങൾ, ഇപ്പം മാരാമൺ കൺവെൻഷൻ ഇവിടെ നടക്കുന്നത് മണപ്പുറത്താണ്. അങ്ങനെ പല കാര്യങ്ങളും കേരളത്തിലെ പല മണപ്പുറങ്ങളിലും നടന്നുകൊണ്ടിരിക്കുന്നതുമാണ്. ഇതൊരു ആദ്യത്തെ സംഭവമോ അല്ലെങ്കിൽ മറ്റുള്ളതൊന്നുമല്ല. അപ്പോൾ അവിടെ ഈ ക്രൗഡിനെ മാനേജ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും ആ സൗകര്യം ഉപയോഗപ്പെടുത്തിയേ പറ്റൂ. അതുതന്നെയാണ് പോലീസ് ഉദ്യോഗസ്ഥന്മാരും മറ്റുള്ള ഉദ്യോഗസ്ഥന്മാരും ഒക്കെ നമ്മളോട് സംസാരിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ അതിനെയാണ് പെട്ടെന്ന് വന്നിട്ട് ഒരു തടസ്സപ്പെടുത്തുക. അത് രണ്ട് തരത്തിലാണ്. ഒന്ന്, ഇത് സുഗമമായി നടക്കരുത്. പിന്നെ അവിടെ ഈ തിങ്ങി നിറയുന്ന ജനങ്ങളെ കൊണ്ട് അവിടെ ഒരു പ്രശ്നം ഉണ്ടാകാനുള്ള ഒരു സാധ്യത ബോധപൂർവം സൃഷ്ടിക്കുകയാണ് ഈ ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷൻ എന്നുള്ളത് വേണം നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. കാരണം അതിന് വളരെ വിശദമായിട്ടുള്ള ചർച്ചകൾ ഏകദേശം എല്ലാ ദിവസവും തന്നെ കളക്ടറെ കാണുകയും ഇതിൻ്റെ കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്യുകയും ഒക്കെ ഇതിൻ്റെ ഭാരവാഹികൾ ചെയ്തുകൊണ്ടിരുന്നതാണ്. അപ്പോൾ ഹൈന്ദവമായിട്ടുള്ള ഒരു ധാർമ്മികമായിട്ടുള്ള ഒരു അനുഷ്ഠാനത്തിന് ഈ മണ്ണിൽ നേരിടേണ്ടി വരുന്ന പ്രതിസന്ധികളുടെ ഒരു ഏറ്റവും അവസാനത്തെ ഒരു ഉദാഹരണമാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്.
കുംഭമേള നടത്താൻ ഉദ്ദേശിക്കുന്ന പ്രദേശത്ത് തന്നെ മറ്റു മതസ്ഥരുടെ എല്ലാവിധ പരിപാടികളും നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. അവിടെയാണ് ഹൈന്ദവ വിശ്വാസങ്ങളുടെ ഒരു കാര്യം വരുന്ന സമയത്ത് സർക്കാർ തടയിടാൻ ശ്രമിക്കുന്നത്. അതിൽ മറ്റെന്തെങ്കിലും ഉദ്ദേശമുണ്ടോ? അത് അവർ വ്യക്തമാക്കേണ്ട കാര്യമാണ്. സ്വാഭാവികമായിട്ടും നമുക്ക് ഈ നാട്ടിലെ പല സാഹചര്യങ്ങളും കാണുമ്പോൾ നമുക്ക് വ്യക്തമാകുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ എന്തുകൊണ്ട് ഇങ്ങനെയുള്ളൊരു നിലപാടുകളിലേക്ക് സംവിധാനങ്ങൾ പോകുന്നു എന്നുള്ളത് അവർ വ്യക്തമാക്കേണ്ട കാര്യമാണ്. ഹൈന്ദവ സമൂഹത്തിൻ്റെ ആചാരത്തിനോട് മാത്രം ഇങ്ങനെ ഒരു നിലപാട്? തീർച്ചയായിട്ടും ഇത് ഇപ്പോഴുള്ള കാര്യങ്ങളല്ല. ചരിത്രപരമായിട്ട് മുഗളന്മാരുടെയും ബ്രിട്ടീഷുകാരുടെയും ഒക്കെ ആക്രമണം ഇത്തരത്തിലുള്ള അല്ലെങ്കിൽ അതിന് തടയിടാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ എല്ലാ കാലത്തും നടന്നിട്ടുണ്ട്. കേരളത്തിൽ ഇത് നിർത്തലാക്കിയത് ബ്രിട്ടീഷ് ഭരണാധികാരികളാണ്. അങ്ങനെ രാക്ഷസന്മാരുമായിട്ട് യുദ്ധം ചെയ്ത് തന്നെയാണ് മാഘം കുംഭവും നടന്നിരിക്കുന്നത്. അത് ഇതിനെ തകർക്കുന്ന ഏത് തരത്തിലാണെങ്കിലും ഇത് ധർമ്മത്തിന് വേണ്ടി, ഭാരതത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ധർമ്മയജ്ഞമാണ്. ആ ധർമ്മയജ്ഞം അതിനെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന എല്ലാ രാക്ഷസീയതകളെയും അതിജീവിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോകും. ഇനി എന്താണ് അടുത്ത നടപടി? എന്താണ്? ഒന്ന്, ഇതിന് നിയമപരമായിട്ട് നമ്മൾ മുന്നോട്ട് പോകേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യും. ഒപ്പം തന്നെ മാഘം നിശ്ചയിച്ച പോലെ നടത്തും. എതിർപ്പുകളൊന്നും പരിഗണിക്കില്ല? അല്ല, അതിന് അവിടെ മാഘം നടത്തുക എന്ന് പറയുന്നത് ഒരു ഹൈന്ദവൻ്റെ ധാർമ്മികമായിട്ടുള്ള റിലീജിയസ് റൈറ്റാണ്. ആ റിലീജിയസ് റൈറ്റ് ഹൈന്ദവൻ ഉപയോഗിക്കും. വിശ്വാസപരമായിട്ട് ഈ മാഘത്തിന് എത്രത്തോളം പ്രാധാന്യമുണ്ട് ഹൈന്ദവ സമൂഹത്തെ സംബന്ധിച്ച്? ഏറ്റവും വിശേഷപ്പെട്ട മാസമാണ് മാഘമാസം. ഇപ്പോൾ നമ്മൾ ഒന്ന് ഓൺലൈനിൽ സെർച്ച് ചെയ്താൽ പ്രയാഗ്രാജിൽ ഇപ്പോൾ നടക്കുന്ന മാഘമഹോത്സവത്തിൻ്റെ ദൃശ്യങ്ങൾ കാണാം. ഈ ഏറ്റവും മാഘത്തിൽ ഒരു തീർത്ഥത്തിൽ, പുണ്യതീർത്ഥത്തിൽ സ്നാനം ചെയ്ത് അവിടെ ആധ്യാത്മിക സാധന അനുഷ്ഠിക്കുന്നത് ബ്രഹ്മദേവൻ്റെ ഒരു ദിവസം, ഒരു കൽപ്പം തപസ് ചെയ്താലുള്ള ഫലം നൽകുന്നതാണ്. അത്രയും പ്രാധാന്യമുള്ളതാണ് മാഘമാസത്തിലെ പുണ്യസ്നാനവും അതിൻ്റെ ഭാഗമായിട്ടുള്ള അനുഷ്ഠാനങ്ങളും. കൽപ്പവാസം എന്നാണ് പറയുക. അതുതന്നെയാണ് നീലിമ, ഇത്രയേറെ ഹൈന്ദവ സമൂഹത്തെ സംബന്ധിച്ച്, കേരളത്തെ സംബന്ധിച്ച് അത്രയേറെ പ്രധാനപ്പെട്ട ഒന്നാണ് കുംഭമേള. അത് തടയാനുള്ള ശ്രമമാണ് നടക്കുന്നത്. എന്ത് തന്നെയാണെങ്കിലും നിശ്ചയിച്ചുറപ്പിച്ച സമയത്ത് അത് നടത്തും എന്നാണ് സംഘാടകരടക്കം വ്യക്തമാക്കുന്നത്. അനഘ, ഇത് സ്വാമിജി പറയുന്നതനുസരിച്ച് നോക്കുകയാണെങ്കിൽ വളരെ കൃത്യമായ ഒരു ആസൂത്രണം ഇതിൻ്റെ പുറകിലുണ്ട്. ഈ ദക്ഷിണേന്ത്യയുടെ കുംഭമേളയാണ് വരാൻ പോകുന്നത്. അത് ചിലരെയൊക്കെ, ചില കേന്ദ്രങ്ങളെയൊക്കെ വളരെ കൃത്യമായി അലോസരപ്പെടുത്തുന്നുണ്ട്, അസ്വസ്ഥതപ്പെടുത്തുന്നുണ്ട്. ഹൈന്ദവ ശക്തി ഉണരുന്നത് സഹിക്കാൻ പറ്റാത്ത, ദഹിക്കാൻ പറ്റാത്ത ഒരു രാഷ്ട്രീയ പരിസ്ഥിതി കേരളത്തിൽ ഉണ്ട് എന്ന് നമുക്കറിയാം. അത് തന്നെയാകാം ഒരുപക്ഷെ ഇത്തരത്തിൽ അപ്രതീക്ഷിതമായ ഒരു നടപടിക്ക് പിന്നിൽ എന്നല്ലേ ഈ ഘട്ടത്തിൽ അനുമാനിക്കേണ്ടത്? തീർച്ചയായും നീലിമ, അത് സ്വാമിജി ഒരൊറ്റ കാര്യം കൂടി, അതായത് ദക്ഷിണേന്ത്യയിൽ തന്നെ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു വലിയ കുംഭമേള നടക്കുന്നത്. അപ്പോൾ ഈ ഹൈന്ദവ സമൂഹം ഒന്നിക്കുന്ന ഒരു സാഹചര്യം പോലും ഉണ്ടാകുന്നുണ്ട്. അതിന് ചിലർക്ക് ബോധപൂർവമായിട്ടുള്ള ഒരു ശ്രമം, അത് തടയിടാനുള്ളൊരു ശ്രമം മുൻകാലഘട്ടങ്ങളിലും ഉണ്ടായിട്ടുണ്ട്. അത് ആ ഒരു ശ്രമത്തിൻ്റെ ഭാഗം കൂടി ആയിക്കൂടെ ഇപ്പോഴുള്ള? തീർച്ചയായിട്ടും അത് ഹൈന്ദവ ശക്തിയുടെ ഏകീകരണത്തിനെതിരായിട്ടുള്ള ശ്രമമാണിത്. ഇപ്പോൾ ഈ മാഘമഹോത്സവത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സവിശേഷത, നമ്മളിതിന് സംവിധാനം ചെയ്തിരിക്കുന്നതിൽ ഒരു സവിശേഷത, കേരളത്തിലെ സാമുദായികമായിട്ടുള്ള യാതൊരു വ്യത്യാസങ്ങളുമില്ലാതെ എല്ലാ ആചാര പരമ്പരകളും ഈ മാഘത്തിൻ്റെ സംഘാടനത്തിനായി ആചാര്യന്മാരായി ഒരുമിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അത് മാത്രമല്ല, ഇപ്പോൾ കേരളത്തിൽ നിന്ന് മാത്രമല്ല, ദക്ഷിണ ഭാരതത്തിൻ്റെ പല ഭാഗത്തു നിന്നും വലിയൊരു തരത്തിലുള്ള ഭക്തരാണ് ഇതിൻ്റെ പിന്തുണകൾ അറിയിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ വലിയൊരു ഹൈന്ദവ ഏകീകരണം, ഒരു ശാക്തീകരണം നടക്കുന്നതിനെ സ്വാഭാവികമായിട്ടും തടയുക എന്ന് പറയുന്ന ഒരു ശ്രമത്തിൻ്റെ ഭാഗമായിട്ട് തന്നെ വേണം ഇതിനെ കണക്കാക്കാൻ. അത് തന്നെയാണ് നീലിമ, ഹൈന്ദവ സമൂഹത്തിൻ്റെ ഏകീകരണം, അത് തടയിടാൻ ബോധപൂർവമായിട്ടുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. അത് മുൻഘട്ടങ്ങളിലും മുൻകാലങ്ങളിലും പല സംഭവവുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുണ്ട്. അതിവിടെയും ആവർത്തിക്കപ്പെടുകയാണ് എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. അതുപോലെ അനഘ, ഈ സർക്കാരിൻ്റെയൊക്കെ ഒരു ഇടപെടൽ എന്നത് ഇപ്പോഴാണ് അവർക്ക് യഥാർത്ഥത്തിൽ ഇതിൻ്റെ ഒരു അപകടം ബോധ്യപ്പെടുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. കാരണം ഇതിൻ്റെ ആലോചനാ വേളയിൽ ദേവസ്വം മന്ത്രിയെ കാണുന്നുണ്ട്, സംഘാടകർ കാണുന്നുണ്ട്, രക്ഷാധികാരിയായി ഈ പരിപാടിക്ക് എത്തിക്കൊള്ളാം എന്നടക്കം ദേവസ്വം മന്ത്രി സമ്മതിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അപ്പോൾ സർക്കാരിൻ്റെ പരിപൂർണമായൊരു പിന്തുണ ഉറപ്പുവരുത്തുക കൂടി ചെയ്തിരുന്നു സംഘാടകർ ആദ്യഘട്ടത്തിൽ. നവംബറിലാണ് എല്ലാ അനുമതികളും വേണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് സർക്കാരിന് കത്തയക്കുന്നത്. പക്ഷേ ഇതുവരെ ഒരു എതിർപ്പും പറഞ്ഞിട്ടില്ല. നേരത്തെ അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ ചൂണ്ടിക്കാണിച്ചതുപോലെ അവിടെ ആ മണൽപ്പരപ്പിന് മുകളിൽ നിർമ്മിക്കുന്ന പാലം, അതിൻ്റെ
മുക്കാൽ ഭാഗവും പണി പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. അവിടെ ആ തീരം മുഴുവൻ വൃത്തിയാക്കുന്ന പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനിടയിൽ ഒരു തലത്തിൽ പോലും ഒരു ഘട്ടത്തിൽ പോലും ഒരു നോ എന്ന് പറയുന്ന ഒരു ശബ്ദം അവിടെ കേൾക്കാനുണ്ടായിരുന്നില്ല. വളരെ അപ്രതീക്ഷിതമായി ഇവിടെ എത്തുകയാണ്. മാത്രമല്ല, ഇതിനെ കൂട്ടിച്ചേർത്ത് വായിക്കേണ്ട ഒരു കാര്യം, മറ്റ് മതവിഭാഗത്തിൻ്റെ ഒരു വലിയ സമ്മേളനം ഈ സ്ഥലത്ത് നടക്കുക കൂടി ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടെ എന്ത് പ്രശ്നം ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ഇതിന് അനുമതി നിഷേധിക്കുന്നത് എന്നുകൂടി വ്യക്തമാക്കേണ്ട സാഹചര്യമില്ലേ അനഘ? തീർച്ചയായും നീലിമ, അതായത് ഏറ്റവും ആദ്യഘട്ടത്തിൽ തന്നെ നവംബർ മാസത്തിൽ തന്നെ ഈ കുംഭമേളയുടെ സംഘാടക സമിതി കൃത്യമായി കലക്ടറെ കണ്ടിരുന്നു, കാര്യങ്ങൾ ധരിപ്പിച്ചിരുന്നു, രേഖാമൂലം കാര്യങ്ങൾ കൃത്യമായി അവിടെ ധരിപ്പിക്കുകയും അടക്കമുള്ളതെല്ലാം തന്നെ ചെയ്തിരുന്നു. അതിനുശേഷം മന്ത്രിയെ കണ്ടു, അതിനുശേഷം ഉന്നത ഉദ്യോഗസ്ഥരെ കണ്ടു. അങ്ങനെ ഘട്ടം ഘട്ടമായി ഏത് രീതിയിലാണോ ഒരു പരിപാടി സംഘടിപ്പിക്കേണ്ടത് അതിൻ്റെ എല്ലാ രീതിയിലുമുള്ള പ്രവർത്തനങ്ങൾ ആദ്യഘട്ടം മുതൽ തന്നെ നടത്തിയിരുന്നു. സ്വാമിജി സൂചിപ്പിച്ചതുപോലെയാണെങ്കിൽ നിങ്ങൾ എന്താണ് അതിനുള്ള പ്രവർത്തനങ്ങൾ തുടങ്ങാത്തത് എന്നാണ് ഈ കലക്ടർ അടക്കം നിരന്തരം ചോദിച്ചു കൊണ്ടിരുന്നത് എന്നാണ് സ്വാമിജി വ്യക്തമാക്കിയത്. അങ്ങനെ എല്ലാ പ്രവൃത്തിയും പൂർത്തിയാക്കി. ഇവിടെ ഈ നദിക്ക് കുറുകെ ഒരു പാലം നിർമ്മിക്കുന്നുണ്ട് ഈ പരിപാടിയുമായി ബന്ധപ്പെട്ട്. അതിൻ്റെ പ്രവൃത്തി ഏകദേശം 70% പൂർത്തിയായിട്ടുണ്ട്. അങ്ങനെ വലിയൊരു ജനപ്രവാഹമാണ് കുംഭമേളയോടനുബന്ധിച്ച് ഭാരതപ്പുഴയുടെ സമീപത്ത് ഉണ്ടാവുക. ആ പ്രദേശത്ത് അതിനുവേണ്ട ക്രമീകരണങ്ങളെല്ലാം ഇത്തരത്തിൽ എല്ലാ ക്രമീകരണങ്ങളും പൂർത്തിയാക്കാനുള്ള നടപടി അതിൻ്റെ 70% പൂർത്തിയാക്കുന്നു. ഈ ഘട്ടത്തിലാണ് പോലീസ് സ്ഥലത്തേക്ക് എത്തുന്നു. മറ്റ് നിർമ്മാണ പ്രവർത്തികൾ, ഈ പുഴയ്ക്ക് അരികിലുള്ള നിർമ്മാണ പ്രവർത്തികൾ അതെല്ലാം തന്നെ നിർത്തിവെക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു നോട്ടീസാണ് ആദ്യഘട്ടത്തിൽ കൊടുക്കുന്നത്. അവിടെ പണി നടത്തുന്നവരോട് അത് നിർത്തിവെക്കാൻ ആവശ്യപ്പെടുകയും ചെയ്യുന്നുണ്ട്. ഇവിടെയാണ് ഏറ്റവും അധികം സംശയത്തിൻ്റെ കാര്യങ്ങൾ കടന്നു വരേണ്ടത്. നേരത്തെ ഈ പത്രസമ്മേളനം നടത്തിയ സമയത്ത് അതിലുണ്ടായിരുന്ന ഒരാൾ വ്യക്തമാക്കിയതാണ്. അതായത് എന്തിനാണ് തങ്ങൾ ഇത് തടയാൻ ശ്രമിക്കുന്നത് എന്നുള്ള ചോദ്യം രഹസ്യമായി ചോദിച്ച സമയത്ത്, അതായത് തങ്ങൾക്ക് ചില നിർദ്ദേശങ്ങൾ ലഭിച്ചിട്ടുണ്ട് എന്ന് ആ ഉദ്യോഗസ്ഥൻ സ്വകാര്യ സംഭാഷണത്തിൽ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതായത് അത് സാമാന്യ വ്യക്തിയെ ചിന്തിച്ചാൽ കഴിഞ്ഞാലും മനസ്സിലാക്കുന്ന ഒരു കാര്യം കൂടിയാണ്. കാരണം 70% എല്ലാ രീതിയിലുള്ള ഒരുക്കങ്ങളും പൂർത്തിയാക്കി. അതിനുശേഷം ഇനി ഇത് നടത്താൻ പറ്റില്ലെന്ന് പറഞ്ഞുകൊണ്ട് സർക്കാർ സംവിധാനം, പോലീസ് രംഗത്ത് വരികയാണ്. പോലീസ് പറയുന്ന ഒരു കാര്യമുണ്ട്, സർക്കാരിൽ നിന്ന് അനുമതിയില്ലാതെ തങ്ങൾക്കിത് ഈ നദിക്ക് കുറുകെയുള്ള ഈ പ്രവർത്തികൾ, നിർമ്മാണ പ്രവൃത്തി നടത്താൻ തങ്ങൾക്ക് അനുമതി തരാൻ കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് സർക്കാർ സംവിധാനം, പോലീസും രംഗത്ത് വരുന്നു എന്നുള്ളതാണ്. അതായത് ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ ഒരു കുംഭമേള പോലുള്ള ഹൈന്ദവ സമൂഹം ഒന്നിച്ച് ഏകീകരിക്കുന്ന ഒരു സംഭവമാണ് നടക്കാൻ പോകുന്നത്. അതിനെ തടയാനുള്ള ഒരു ബാഹ്യശ്രമം കൃത്യമായി ഈ കുംഭമേള തടഞ്ഞതുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ഒരുക്കങ്ങൾ പൂർത്തീകരിക്കാൻ സമ്മതിക്കാത്തതുമായി ബന്ധപ്പെട്ടുണ്ട് എന്നുള്ളതാണ്. എന്തായാലും കൃത്യമായി തന്നെ നിശ്ചയിച്ചുറപ്പിച്ച ദിവസം ഈ കുംഭമേള അവിടെ അതിൻ്റെ എല്ലാവിധ പ്രൗഢിയോടെ നടത്തും എന്നാണ് സംഘാടക സമിതി അധികൃതർ അറിയിച്ചിരിക്കുന്നത്. നീലിമ. ഓക്കെ അനഘ, കുംഭമേളയെ തുടക്കത്തിലെ വലിയ രീതിയിൽ സപ്പോർട്ട് ചെയ്ത, പിന്തുണച്ച സർക്കാർ, ദേവസ്വം മന്ത്രി തന്നെ രക്ഷാധികാരിയായി പങ്കെടുക്കാമെന്ന് സമ്മതിച്ച കുംഭമേള അതിപ്പോൾ അപ്രതീക്ഷിതമായി സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും അനുമതി തടഞ്ഞുകൊണ്ടുള്ള ഒരു നീക്കം വരികയാണ്. നിർമ്മാണ പ്രവർത്തനങ്ങൾ നിർത്തിവെക്കണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. 18 മുതൽ ഫെബ്രുവരി 3 വരെയാണ് ദക്ഷിണേന്ത്യയിലെ കുംഭമേള നടക്കാൻ ഉദ്ദേശിച്ചിരുന്നത്. പക്ഷേ സർക്കാർ ഇത്തരത്തിലൊരു നിലപാടെടുത്താലും വളരെ കൃത്യമായി നേരത്തെ നിശ്ചയിച്ച പ്രകാരം മാഘമഹോത്സവം ഭംഗിയായി നടത്തും എന്നാണ് സംഘാടകർ വ്യക്തമാക്കിയിരിക്കുന്നത്. അനഘയാണ് വാർത്തയുടെ വിശദാംശങ്ങൾ പങ്കുവച്ചത്.